അവിടെ ചെന്ന് ഹിജാബെന്നും കുട്ടികൾ തെരുവിലാണെന്നും ഒക്കെ പറഞ്ഞ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിനുള്ള ആൾക്കാരെ അയക്കരുത്. നമുക്ക് കിട്ടാനുള്ളത് എങ്ങനെയെങ്കിലും പിച്ചിപ്പറിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരെ അയക്കുക. അതാരായാലും അത് നിങ്ങളുടെ യുക്തിക്ക് ചേർന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് അപ്പുറത്തേക്കോ മുറ്റത്തേക്കോ എല്ലാവരും മുറ്റത്തേക്കോ അല്ല അവരവിടെ നിന്നോട്ടെ, മുറ്റത്തിറങ്ങണ്ട. ഇവിടെ നിന്നോ വരൂ വരൂ. വെയിലില്ല. തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കണ്ട. അമ്മ ഇത് അമ്മയാണ്, ടീച്ചറാണ്, ചിയാരം ഗവൺമെന്റിന്റെ ടീച്ചറായിരുന്നു. തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കണ്ട, ഇങ്ങോട്ട് മാറി. ഇത്തവണ തോൽക്കാൻ പാടില്ല, അത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ്. കാരണം കേന്ദ്രഭരണം എന്തു തന്നെയായാലും BJP 400-ലധികം സീറ്റുകളുമായി ഭരിക്കും എന്നുള്ളത് ലോകം മുഴുവൻ അറിയാം. അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രാതിനിധ്യം ഗാന്ധി പ്രതിമയുടെ ചോട്ടിലേക്ക് തള്ളപ്പെടുന്ന രീതിയിൽ ആവരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെ ചെന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൈബിൾ എടുത്ത് സ്പീക്കറുടെ നെഞ്ചത്തെറിയാൻ ആയിരിക്കും. വെറുതെ അവിടെ ചെന്ന് ഹിജാബെന്നും കുട്ടികൾ തെരുവിലാണെന്നും ഒക്കെ പറഞ്ഞ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിനുള്ള ആൾക്കാരെ അയക്കരുത്. നമുക്ക് കിട്ടാനുള്ളത് എങ്ങനെയെങ്കിലും പിച്ചിപ്പറിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരെ അയക്കുക. അതാരായാലും അത് നിങ്ങളുടെ യുക്തിക്ക് ചേർന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് നല്ലതുപോലെ അവലോകനം നടത്തി കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും, ഞാൻ അഭ്യർത്ഥിക്കും. ജയിപ്പിച്ച് വിട്ടാൽ തൃശ്ശൂരിൽ ഒതുങ്ങില്ല. കേരളത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു MP-യെ തൃശ്ശൂർക്കാർ സമ്മാനിച്ചു എന്ന് പറയുന്ന ഖ്യാതി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും എന്നത് എൻ്റെ ആത്മവിശ്വാസമാണ്. ആ ഉറപ്പ് ഞാനിവിടെ വെച്ച് തരും. അപ്പോൾ അങ്ങനെ ജയിപ്പിക്കില്ല. താങ്ക് യു. അവിടെ നിന്നോ, ഇതെടുത്തോ. അതെ അമ്മ എന്റെ മുമ്പിൽ